ഹലോ ഗായ്സ്, ടെക്സ്പെരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബലൂൺ വീർപ്പിക്കാൻ കുപ്പി ഉപയോഗിച്ച് എങ്ങനെ ഒരു സിമ്പിൾ ഒരു എയർ കംപ്രസർ ഉണ്ടാക്കാനുള്ള അടിപൊളി വീഡിയോയിലേക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 700 ml ഒരു ബോട്ടിലാണ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ എയർ കംപ്രസർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ആദ്യം തന്നെ കുപ്പിയുടെ കാർക്ക് ഊരിയെടുത്ത് മാറ്റിവെച്ചതിന് ശേഷം നമ്മളൊരു നൈഫ് ചൂടാക്കുക. അത് നന്നായി ചൂടാക്കണം. ഈ നൈഫ് ഉപയോഗിച്ചാണ് നമ്മൾ കാർക്ക് കട്ട് ചെയ്യാനായി ഉപയോഗിക്കുന്നത്. നന്നായി ചൂടാക്കണം. നന്നായി ചൂടാക്കിയാൽ മാത്രമേ ഇത് പെട്ടെന്ന് കട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ നൈഫ് കാർക്കിന് മുകളിൽ വെച്ച് ചതുരാകൃതിയിൽ മുറിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് അടർത്തി മാറ്റാം. അത് അടർത്തി മാറ്റുമ്പോൾ ഇത്തരത്തിലുള്ള ചതുര കഷ്ണമായിരിക്കും നമുക്ക് കാർക്കിന് മുകളിൽ കാണാൻ സാധിക്കുന്നത്. ഇത് മാറ്റിയ ശേഷം നമുക്കൊരു ബലൂൺ എടുക്കുക. ആ ബലൂൺ വീർപ്പിക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ് ഒരു സെൻറ്റിമീറ്റർ വീതിയും 2 സെൻറ്റിമീറ്റർ നീളത്തിലുമുള്ള ഒരു കഷ്ണം നമുക്ക് ഈ ബലൂണിൽ നിന്ന് മുറിച്ചെടുക്കാം. ഇതുപയോഗിച്ചാണ് നമ്മൾ ഈ എയർ കംപ്രസർ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് നോക്കി നോക്കാം. 1 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു കഷ്ണം ഞാൻ മുറിച്ചെടുത്തു. ഇത് നമുക്ക് കാർക്കിന് മുകളിൽ വെച്ച് 3 വശവും ഇൻസുലേഷൻ വെച്ച് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഇതിൻ്റെ അളവ് നോക്കി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ 3 വശവും നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം ഈ ഒട്ടിച്ചെടുത്ത ഭാഗത്ത് കൂടുതലായി പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കത്രി ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ കുപ്പിയുടെ ഒരു വശത്ത് സോൾഡറിങ് അയൺ വെച്ച് നമ്മളൊരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എയർ കടത്തി വിടുന്നത്. ഇതാണ് ഹോള്. നമ്മളിങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോഴാണ് ഇതിലേക്ക് എയർ കടക്കുന്നത്. അതിനുശേഷം നമുക്ക് കാർക്കടച്ച് നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകാം. നമ്മൾ ഉണ്ടാക്കി വെച്ച കുപ്പിമേ നമ്മൾ ബലൂൺ വെച്ച് വീർപ്പിക്കാനാണ് പോകുന്നത്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ വീർപ്പിക്കാൻ പോവാണ്. നന്നായി വീർക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഉണ്ടാക്കി വെച്ച് എയർ കംപ്രസർ വർക്കൗട്ട് ഉണ്ടെന്ന് കണ്ടില്ല. നമ്മൾ ബലൂണൊക്കെ നന്നായി വീർപ്പിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ ഒക്കെ കാത്തിരിക്കുക.